നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കർ. കുഴിത്തറ രൂപത പ്രഥമ ബിഷപ്പ് ജെറോം ദാസ് വെരുവേൽ കാലം ചെയ്തു. സാറ മുലാലി ഇന്ന് അഭിഷിക്തയാകും. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ, റീഫണ്ട് നിയമങ്ങളിൽ മാറ്റം. ഇൻഡോർ മീറ്റിൽ ദേശീയ റെക്കോർഡ് തകർത്ത് ഭരണിക. വോട്ടർ പട്ടിക തയ്യാർ. 78,156 പേരെ കൂടി ഉൾപ്പെടുത്തി. ദൃശ്യം 3 എത്തുക മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ. വാർത്തകൾ വിശദമായി. കുഴിത്തുറ രൂപത പ്രഥമ ബിഷപ്പ് ജെറോം ദാസ് വെരുവേൽ കാലം ചെയ്തു. കുഴിത്തുറ ലത്തീൻ രൂപതയുടെ പ്രഥമ ബിഷപ്പായിരുന്ന ജെറോം ദാസ് വെരുവേൽ കാലം ചെയ്തു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് കുഴിത്തുറ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ. വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. ചെത്ത്പട്ട് ഹാരിങ്ടൺ റോഡിൽ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ നടത്തുന്ന സംരക്ഷണ കേന്ദ്രത്തിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണി സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക കുർബാനയും അനുസ്മരണ ശുശ്രൂഷയും നടത്തി. കോട്ടാർ രൂപതയുടെ ഭാഗമായിരുന്ന പടവൂരിൽ 1951 ജനിച്ച ബിഷപ്പ് ജെറോം ദാസ് വെരുവേൽ നാഗർകോവിലിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1976 സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ സഭയുടെ സന്യാസ ജീവിതം ആരംഭിച്ചു. 1961 സഭയിൽ അന്തിമ വ്രതവാഗ്ദാനം. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് സാറ മുലാലി ഇന്ന് അഭിഷിക്തയാകും. ഇന്ന് ഉച്ചകഴിഞ്ഞ് കാൻറ്റർബറി കത്തീഡ്രലിൻ്റെ പടിഞ്ഞാറേ വാതിലിൽ 3 തവണ മുട്ടുന്ന സാറ മുലാലിയോട് അകത്തുനിന്ന് ആചാരമനുസരിച്ചുള്ള ചോദ്യം മുഴങ്ങും. ആരാണ്? എന്തിനു വന്നു? ക്രിസ്തുവിൽ സമർപ്പിച്ച ജീവിതസാക്ഷ്യം വിനയപൂർവ്വം അറിയിക്കുന്ന അവർക്ക് മുന്നിൽ ആ ചരിത്രവാതിൽ തുറക്കപ്പെടും. തുടർന്ന് നടക്കുന്ന ചടങ്ങുകളിൽ ആംഗ്ലിക്കൻ സഭയുടെ മേധാവിയാകുന്ന ആദ്യ വനിതയെന്ന പുതുചരിത്രം കുറിച്ച് സാറ മുലാലി 106ാമത് കാൻറ്റർബറി ആർച്ച് ബിഷപ്പായി അഭിഷിക്തയാകും. ലണ്ടനിൽ നിന്ന് കാൻറ്റർബറിയിലേക്കുള്ള 140 കിലോമീറ്റർ ദൂരം 6 ദിവസത്തെ തീർത്ഥാടന പദയാത്ര നടത്തിയാണ് ഇന്നത്തെ അഭിഷേക ചടങ്ങുകൾക്കായി സാറ മുലാലി എത്തിയത്. വില്യം രാജകുമാരൻ, ഭാര്യ കേറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിയ സ്റ്റാർമർ എന്നിവരുൾപ്പെടെ 2000-ഓളം അതിഥികളാണ് ചടങ്ങുകൾക്കെത്തുക. പൗരോഹിത്യ പാതയിലെത്തും മുൻപ് ഇംഗ്ലണ്ടിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ ആയിരുന്ന സാറ മുലാലി നഴ്സുമാരുൾപ്പെടെ ആതുര ശുശ്രൂഷ രംഗത്തുള്ളവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. വത്തിക്കാനിൽ നിന്ന് ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധിയുമെത്തും. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ, റീഫണ്ട് നിയമങ്ങളിൽ മാറ്റം. ടിക്കറ്റുകൾ റദ്ദാക്കുമ്പോൾ റീഫണ്ട് അനുവദിക്കുന്ന നിയമങ്ങൾ റെയിൽവേ പരിഷ്കരിച്ചു. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവോ ശേഷിക്കെ ടിക്കറ്റ് റദ്ദാക്കിയാൽ തുക മുഴുവൻ നഷ്ടമാകും. നിലവിൽ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് തുക തിരികെ ലഭിച്ചിരുന്നു. എന്നാൽ കയറുന്ന സ്റ്റേഷൻ മാറ്റാനുള്ള സൗകര്യം ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുമ്പ് വരെ ഇനി ലഭിക്കും. നിലവിൽ ചാർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് വരെ മാത്രമേ കയറുന്ന സ്റ്റേഷൻ മാറ്റാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പരമാവധി തുക തിരികെ ലഭിക്കാൻ 72 മണിക്കൂർ മുമ്പ് റദ്ദാക്കണമെന്നതാണ് പുതിയ വ്യവസ്ഥ. 72-നും 24 മണിക്കൂറിനും ഇടയിലാണെങ്കിൽ 25%, 24-നും 8 മണിക്കൂറിനും ഇടയിലാണെങ്കിൽ 50% തുക ഇനി കുറയും. ഇൻഡോർ മീറ്റിൽ ദേശീയ റെക്കോർഡ് തകർത്ത് ഭരണിക. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യ ദിനം വനിതാ പോൾ വോൾട്ടിൽ ദേശീയ റെക്കോർഡ് തകർത്ത് തമിഴ്നാടിൻ്റെ ഭരണിക ഇളങ്കോവൻ. 4.22 മീറ്റർ പിന്നിട്ട് സ്വർണം നേടിയ താരം ഇൻഡോർ ഔട്ട്ഡോർ താരങ്ങളിലായി ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ ഏറ്റവും മികച്ച ഉയരമാണ് ഇന്നലെ പിന്നിട്ടത്. ഇൻഡോർ വനിതാ പോൾ വോൾട്ടിലെ ആദ്യ ദേശീയ റെക്കോർഡും ഇതിനൊപ്പം ഭരണികയ്ക്ക് സ്വന്തമായി. ഈ ഇനത്തിൽ മലയാളി താരങ്ങളായ ബ്ലസ്സി കുഞ്ഞുമോൻ വെള്ളിയും മരിയ ജെയ്സൺ വെങ്കലവും നേടി. വോട്ടർ പട്ടിക തയ്യാർ. 78,156 പേരെ കൂടി ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർമാരുടെ ഒടുവിലത്തെ പട്ടിക തയ്യാറായപ്പോൾ ആകെ 2.71 കോടി വോട്ടർമാർ.
2,71,42,952 ജനറൽ വോട്ടർമാരോടൊപ്പം 53,984 സർവീസ് വോട്ടർമാരെ കൂടി ചേർത്തുള്ളതാണ് ആകെ വോട്ടർമാരുടെ കണക്ക്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 തയ്യാറാക്കിയ ശേഷം സപ്ലിമെൻ്ററി പട്ടികയിൽ 78,156 പേരെ ഉൾപ്പെടുത്തി. കഴിഞ്ഞ 15 വരെ പേര് നൽകിയവരെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ പരിഷ്കരണം. നാമനിർദ്ദേശക പത്രിക സമർപ്പണം കഴിയുന്ന 23 വരെ പട്ടികയിൽ പേര് ചേർക്കണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും 15 വരെയുള്ള പേരുകളാണ് ഉൾപ്പെടുത്തിയത്. പേരുകൾ ഉൾപ്പെടുത്തുന്നതിന് 7 മുതൽ 10 ദിവസത്തെ പരിശോധനയും നടപടിക്രമങ്ങളും ആവശ്യമാണെന്ന് വ്യക്തമാക്കിയാണ് തീയതി പുനർനിശ്ചയിച്ചത്. പട്ടിക ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് ഇനി പട്ടികയിൽ പേര് ചേർക്കുകയുള്ളൂ. ദൃശ്യം 3 എത്തുക മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ. ജോർജ് കുട്ടി ഫാൻസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3 എത്തുക മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ. മെയ് 21 ചിത്രം തിയേറ്ററുകളിലെത്തും. ഏപ്രിൽ 2 റിലീസ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പശ്ചിമേഷ്യയിലെ സാഹചര്യം പരിഗണിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ റിലീസ് തടസ്സപ്പെടാതിരിക്കാനാണ് മെയ്യിലേക്ക് നീട്ടിയതെന്നാണ് സൂചന. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.